മെസ്സി കൊച്ചിയിലേക്ക് നവംബറിലാണ് ടീം കേരളത്തിലെത്തുക. അർജന്റീന മത്സരം കൊച്ചിയിൽ നടത്താമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നു. ജയേഷ് പൂക്കോട്ടൂരുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ജയേഷ്, മെസ്സി അങ്ങനെ കൊച്ചിയിലേക്ക് എത്തുന്നു, നവംബറിൽ ടീം കേരളത്തിലെത്തും, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത്? ഉറപ്പായിട്ടും മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യം കുറച്ച് മുൻപേ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൽ ഏത് സ്റ്റേഡിയത്തിലായിരിക്കും ഇനി മെസ്സി കളിക്കുക എന്നുള്ള കാര്യത്തിലായിരുന്നു ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണോ അതോ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലായിരിക്കുമോ കളിക്കുക എന്നുള്ളത് ഇപ്പോൾ അതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തന്നെയായിരിക്കും ലയണൽ മെസ്സി ഉൾപ്പെട്ട അർജന്റീന ടീം കളിക്കുക. എതിരാളികളെ തീരുമാനിച്ചിട്ടില്ല. അധികം വൈകാതെ തന്നെ എതിരാളികളെ നമ്മൾ നിശ്ചയിക്കുന്നതായിരിക്കും. എന്തായാലും അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലായിരിക്കും അർജന്റീന ടീം കേരളത്തിലെത്തുന്ന സൗഹൃദ മത്സരത്തിൽ കളിക്കുക എന്നുള്ളത്. ഇപ്പോൾ കൊച്ചി ഒരുപാട് അന്താരാഷ്ട്ര മത്സരങ്ങൾ നടന്നതാണ്. 97-ലെ ഇറാഖിനെതിരായ മത്സരങ്ങൾ ഉൾപ്പെടെ 1,00,000-ന് മുകളിലെല്ലാം കാണികൾ വന്നൊരു വേദിയാണ്. കൊച്ചിയിലേക്ക് ഒരിക്കൽ കൂടി ഒരു പ്രധാനപ്പെട്ട മത്സരം, അതിൽ തന്നെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ലയണൽ മെസ്സിയും ഉൾപ്പെട്ട ടീം വന്ന് കളിക്കുകയാണ്. ഇതിനകത്ത് ഇനിയിപ്പോൾ ഇപ്പോൾ സർക്കാരിൻ്റെ കുറിപ്പ് പ്രകാരമാണെങ്കിൽ GCDAക്ക് അയച്ച കുറിപ്പ് പ്രകാരമാണെങ്കിൽ സ്റ്റേഡിയം സജ്ജമാക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് കായിക വകുപ്പിനെ സംബന്ധിച്ച് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ തന്നെ ഈ മത്സരം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് പരിഗണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കായിക വകുപ്പ് മുൻതൂക്കം നൽകുന്നത് കൊച്ചി സ്റ്റേഡിയത്തിനാണ് എന്നുള്ളതാണ്. കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളത് അന്താരാഷ്ട്ര ലോകകപ്പ് അണ്ടർ-17 ലോകകപ്പ് നടന്നപ്പോൾ തന്നെ അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ വലിയ തോതിലുണ്ട് സ്റ്റേഡിയത്തിന്. അതിൻ്റെ പരമാവധി അംഗസംഖ്യയിലേക്ക് കാണികളുടെ എണ്ണത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നില്ല. ഗാലറി കുലുങ്ങുന്നു എന്നുള്ള തരക്കമുള്ള ചില പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ഇതൊക്കെ എത്ര വേഗത്തിൽ പരിഹരിക്കാനാകുമെന്നുള്ളതാണ് വലിയൊരു ചോദ്യചിഹ്നം. പക്ഷേ അത് സംഭവിക്കുകയാണെങ്കിൽ വലിയ ഗുണമുണ്ടാവുക ആരാധകരെ സംബന്ധിച്ചാണ്. കാരണം തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ കാണികളെ ഈ മത്സരത്തിന് സജ്ജമാക്കാനും മെസ്സിയെ കാണാനുള്ള അവസരം ഒരുക്കാനും സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യമായിരിക്കാം ഒരുപക്ഷേ കായിക വകുപ്പിൻ്റെ മുൻഗണനാ പട്ടികയിൽ വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് അന്താരാഷ്ട്ര മത്സരത്തിനായി സ്റ്റേഡിയം സജ്ജമാക്കേണ്ടതുണ്ട്. ഇതിനാവശ്യമായ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ നിർവഹിക്കേണ്ടതുണ്ട്. മത്സരത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിനായി വേദി ഒരുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അങ്ങയുടെയും GCDAയുടെയും അകമഴിഞ്ഞ സഹകരണം ഉണ്ടാകണമെന്ന് താല്പര്യപ്പെടുന്നു എന്നാണ് ചന്ദ്രൻ പിള്ളയ്ക്ക് അയച്ച കത്തിൽ ഇപ്പോൾ കായിക മന്ത്രി അഭ്യർത്ഥിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും മത്സരം കൊച്ചിയിലേക്ക് വരുന്നു. അത് ഇനിയിപ്പോൾ അക്കാര്യത്തിൽ കൂടുതൽ ജയേഷിന് പറയാൻ കഴിയും. മലബാറിലെ കാണികൾക്ക് കൂടി കൂടുതൽ ഉപകാരപ്പെടുന്ന തരത്തിലായിരിക്കും ഒരുപക്ഷെ ആ നീക്കം. കാരണം 2017 അണ്ടർ-17 ലോകകപ്പിന് വേണ്ടിയിട്ടായിരുന്നു കൊച്ചി സ്റ്റേഡിയം ഫിഫ സ്റ്റാൻഡേർഡിൽ നവീകരിച്ചത്. അതിനു മുമ്പ് സ്റ്റേഡിയത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച്, ടർഫിലെ ക്വാളിറ്റിയെക്കുറിച്ചെല്ലാം വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു. അണ്ടർ-17 പ്രത്യേകിച്ച് ബ്രസീൽ ഉൾപ്പെടെയുള്ള ടീം കൊച്ചിയിൽ വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അണ്ടർ-17 വേൾഡ് കപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടായിരുന്നു ആ സ്റ്റേഡിയം നവീകരിച്ചത്. ഒപ്പം തന്നെ അതിലെ ഫയർ ആൻഡ് എക്സിസ്റ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെ നോക്കിക്കൊണ്ടായിരുന്നു 75,000 ഉണ്ടായിരുന്ന കപ്പാസിറ്റി, അതായത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഔദ്യോഗിക കപ്പാസിറ്റി എന്ന് പറയുന്നത് 75,000 അതിൽ വെട്ടിച്ചുരുക്കിക്കൊണ്ട് 34,000 പരമാവധി 34,000 കാണികളെ മാത്രമായിരുന്നു കലൂർ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതെല്ലാം മാറി ഒരു ഫിഫ അണ്ടർ-17 ആണെങ്കിൽ പോലും ഒരു ഫിഫ ടൂർണമെൻ്റാണ്. അതിനുള്ള കർശന നിർദ്ദേശങ്ങളുണ്ടാവും. ഇത് നമുക്ക് വരാൻ പോകുന്നത് സൗഹൃദ മത്സരമാണ്. അപ്പോൾ അത്തരത്തിലൊരു കടുത്ത നിർദ്ദേശത്തിലേക്ക് ഫിഫയോ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോ കടക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പരമാവധി സുരക്ഷാ ഭംഗം വരുത്താത്ത രീതിയിൽ പരമാവധി കാണികളെ പ്രവേശിപ്പിച്ചുകൊണ്ട് പരമാവധി എല്ലാവർക്കും മത്സരം കാണുന്ന രീതിയിലുള്ള ഒരു മത്സരത്തിന് തന്നെയായിരിക്കും ഇനി മുൻകൈ എടുത്ത് നടപ്പിലാക്കേണ്ടത്. പ്രത്യേകിച്ച് അവിടുത്തെ ടർഫിലെ കുറിച്ച് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. കാരണം ആ ഒരു ഇവൻറ്റുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ തൊട്ടടുത്ത് തന്നെ ISL മത്സരം നടക്കേണ്ടിയിരുന്നതിൽ തന്നെ ടർഫിലെ ക്വാളിറ്റി എല്ലാം അത്യാവശ്യം വേണ്ട രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഒപ്പം തന്നെ ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതിനിപ്പോൾ നവംബറിലാണ്, 2 മാസത്തിനകം തന്നെ പെട്ടെന്ന് തന്നെ അത് സജ്ജമാക്കിക്കൊണ്ട് മത്സരത്തിനായി സ്റ്റേഡിയം ഒരുങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതല്ല. കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫുട്ബോൾ മത്സരത്തിനായി വലിയ തയ്യാറെടുപ്പുകൾ വേണ്ട. ഈ സുരക്ഷാ പ്രശ്നങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ മറ്റ് ഈ പറഞ്ഞ പോലെ ടർഫിൻ്റെ കാര്യത്തിലടക്കം വലിയ ക്രമീകരണങ്ങളുടെ നവീകരണത്തിന് ആവശ്യം വരുന്നില്ല എന്നതായിരിക്കും അവർ പക്ഷേ പരിഗണിച്ചിട്ടുണ്ടാകും. നേരെ മറിച്ച് ഗ്രീൻഫീൽഡിൽ മത്സരം നടത്തുകയാണെങ്കിൽ അതിനെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ ഒരു കോണിൽ നിന്ന് തയ്യാറായിരുന്നു, സജീവമായിരുന്നു. അതായത് ക്രിക്കറ്റിൻ്റെ സ്റ്റേഡിയം ഫുട്ബോളിന് വേണ്ടി നശിപ്പിക്കരുതെന്ന തലത്തിൽ ക്രിക്കറ്റ് ക്യാമ്പയിനുകളെല്ലാം സജീവമായിരുന്നു. ആ ഒരു പ്രശ്നം പക്ഷേ കൊച്ചിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ISL സീസൺ മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻകൈയെടുത്ത് ഒരുപക്ഷെ സ്റ്റേഡിയം പുതിയതായിട്ട് നവീകരിച്ചിട്ടുണ്ടാകാം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. എന്തായാലും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ കൊച്ചിയിൽ മത്സരം നടക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആരാധകരെ സംബന്ധിച്ചാണ്. അവർക്ക് പരമാവധി ആൾക്കാർക്ക് മെസ്സിയെ കളിക്കുന്ന ഒരു മത്സരം വന്ന് നേരിൽ കാണാനുള്ള അവസരം തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലായുള്ളത് കൊച്ചി സ്റ്റേഡിയത്തിൽ തന്നെയാണ്. നവീകരണ പ്രവൃത്തികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി ട്രാഫിക് അടക്കവും മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളും ഒക്കെയുള്ള കാര്യങ്ങൾ പരിഹരിച്ചാൽ വളരെ വേഗത്തിൽ
മത്സരം സജ്ജമാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ തീരുമാനം കൊച്ചിയിലാണ് ആദ്യ മുൻഗണന എന്തായാലും കൊച്ചിക്ക് തന്നെയാണ്. ഈ അവിടെ നടക്കുന്നില്ലെങ്കിൽ മാത്രമേ അത് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട സാഹചര്യമുള്ളൂ. അതുകൊണ്ട് കൊച്ചിയിൽ തന്നെ മത്സരം നടക്കുന്നുള്ളൊരു പ്രതീക്ഷ ഈ ലെറ്റർ വന്നതോടുകൂടി സജീവമായിരിക്കുകയാണ്. ജയേഷ്, ജയേഷ്, അനൂപ്, എന്തായാലും മലബാറിലെ ആരാധകരെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ളത്, അതായത് അവർക്ക് കൂടി സന്തോഷകരമാകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞ പോലെ ഈ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിലിപ്പോൾ അന്താരാഷ്ട്ര മത്സരത്തിനായി ഒരു സ്റ്റേഡിയം ഒക്കെ സജ്ജമാക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് വേണം. അതിന്റെ അറ്റകുറ്റപ്പണികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ അടക്കം കാര്യങ്ങൾ ഉണ്ടാവുക? എത്രത്തോളം പ്രതീക്ഷിക്കാം ആ കാര്യങ്ങളിലൊക്കെ? ശ്രുതി, വളരെ വേഗത്തിൽ സജ്ജീകരിക്കാൻ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ സജ്ജീകരിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേഡിയം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ കൊച്ചിക്ക് മുൻതൂക്കം വരുന്നത്. കാരണം അവിടെ സ്ഥിരമായി മത്സരങ്ങൾ നടക്കുന്നു. എല്ലാ വർഷവും ISL മത്സരങ്ങൾ നടക്കുന്നതാണ്. പുതിയൊരു സീസണിന് മുന്നോടിയായിട്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ടാകും. ISL സീസണിനെ സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മാറി വരുന്ന സാഹചര്യത്തിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ജയേഷ് സൂചിപ്പിച്ചതുപോലെ കൂടുതൽ കാണികളുടെ ഉൾപ്പെടുത്താനുള്ള ഒരു സാഹചര്യം, ഗ്യാലറികൾ സജ്ജമാണ്. പക്ഷേ അതൊന്ന് നവീകരിക്കണമെന്ന് മാത്രം, കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ഒന്ന് നവീകരിക്കണമെന്ന് മാത്രമാണ് അക്കാര്യത്തിലുള്ളത്. പിന്നെ വലുതായിട്ടുണ്ടാകാൻ പോകുന്നൊരു പ്രശ്നം ട്രാഫിക് പ്രശ്നമായിരിക്കും. നഗരത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റേഡിയം എന്നുള്ളത് കൊണ്ട്, കൊച്ചി അങ്ങനെ ഒരു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് കൂടുതലായി വരുന്ന കാണികളെ എത്തരത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ കാണികളെ എങ്ങനെ ഉൾപ്പെടുത്താൻ കഴിയുമെന്നുള്ള തർക്കമുള്ള പ്രശ്നങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ അതൊക്കെ ISL മത്സരങ്ങളും നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഇൻ്റർനാഷണൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള പരിചയമുള്ള കൊച്ചി നഗരത്തിന് അതൊക്കെ വളരെ വേഗത്തിൽ മറികടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഒരു കാര്യം തന്നെയാണ്, മത്സരങ്ങൾ നടത്തിയുള്ള പരിചയമാണ് അതിലേറ്റവും പ്രധാനം. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കൊച്ചിക്ക് അത് കൂടുതലായിട്ടുണ്ട്. കൂടുതൽ മത്സരങ്ങൾ നടത്തിയിട്ടുള്ള സാഹചര്യമുണ്ട്, പരിചയമുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഫുട്ബോൾ മത്സരങ്ങൾ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ആകെ ഒരു ഫുട്ബോൾ മത്സരമാണ് നടന്നുള്ളത്. അത് 2015 നടന്ന സാഫ് ഗെയിംസിലെ ഫുട്ബോൾ മത്സരങ്ങൾ. അന്ന് ഇന്ത്യ ചാമ്പ്യന്മാരാവുകയും ചെയ്തു. കൊച്ചിയിലേക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 97-ലെ ഇറാഖിനെതിരായ മത്സരത്തിൽ 1.25 ലക്ഷം പേരാണ് ഔദ്യോഗികമായിട്ട് എത്തിയത്. അതിൽ കൂടുതൽ കണക്ക് പറയുന്നു. കാരണം സീറ്റിങ്ങിനപ്പുറത്തേക്ക് അന്ന് ടച്ച് ലൈനിൽ വരെ ആരാധകർ ഇരുന്നുകൊണ്ടാണ് മത്സരം കണ്ടിരുന്നത്. അപ്പോൾ അനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ മത്സര പരിചയം, ഒരുപാട് മത്സരങ്ങൾ നടത്തി കൊച്ചി വെന്യൂവിൽ അത്രയും മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ISL കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരം കൂടിയാണ്, ഹോം ഗ്രൗണ്ട് കൂടിയാണ് കലൂർ നെഹ്റു സ്റ്റേഡിയം. ഒരു സീസണിൽ 10-ലേറെ മത്സരങ്ങൾ ഹോം മത്സരങ്ങളായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ മത്സരങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ഇനി കപ്പാസിറ്റിയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ 48,000 മുതൽ 50,000 വരെയാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലുള്ളത്. ഇവിടെ ഫിഫ റെസ്ട്രിക്റ്റ് ചെയ്തത്, കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ ഫിഫ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളത് 35,000 പക്ഷേ 70,000-ൽ കൂടുതൽ ആരാധകർ അവിടെ പ്രവേശിക്കാൻ കഴിയും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടക്കം മത്സരങ്ങൾക്ക് 70,000-ൽ കൂടുതൽ ആരാധകർ വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സ്റ്റേഡിയം വളരെ പെട്ടെന്ന് തന്നെ, നമുക്കിനി 2 മാസമാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ള സമയം, ഈ 2 മാസത്തിനകം തന്നെ ഫയർ ആൻഡ് സിസ്റ്റം എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് പരമാവധി ആരാധകരെ പങ്കെടുപ്പിച്ചുകൊണ്ട്, നേരത്തെ ശ്രുതി സൂചിപ്പിച്ച പോലെ തന്നെ കാസർഗോഡ് മുതൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ആരാധകർക്കായാലും ശരി, ഒരു മിഡിൽ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്നൊരു സ്റ്റേഡിയം എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് എത്താൻ കഴിയുള്ളൊരു സാഹചര്യം കൂടിയാണ് കലൂർ നെഹ്റു സ്റ്റേഡിയത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ ആദ്യ പരിഗണന കൊച്ചിക്ക് നൽകുന്നതും. ജയേഷ്, എന്തായാലും ഓക്കെ, തുടർന്നോളൂ. മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്. മെസ്സിയുടെ മത്സരത്തിനുപരിയായിട്ട് മെസ്സിയെ ആരാധകരെ കാണിക്കുന്നതിന്, അദ്ദേഹത്തെ നേരിൽ കാണുന്നതിനുള്ള സൗകര്യമൊരുക്കുക എന്നുള്ളൊരു പരിപാടി കൂടി സ്പോൺസർമാരായ റിപ്പോർട്ടർ TV ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റേഡിയത്തിന് പുറത്ത് കൂടുതൽ കാണികളെ എവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പിന്നീടുള്ള ആലോചന വിഷയം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ നെടുമ്പാശ്ശേരി വിമാനത്തിലാണ് മത്സരം, കൊച്ചിയിലാണ് നടക്കുന്നതെങ്കിൽ നെടുമ്പാശ്ശേരി വിമാനത്തിലാണ് ടീം വരിക. അവിടെ മുതൽ തീർച്ചയായിട്ടും കൊച്ചിയിലെ സ്റ്റേഡിയം വരെയുള്ള ഒരു റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ അനായാസം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഒരു 15 കിലോമീറ്ററോളം ദൂരത്തിൽ ഇത്തരത്തിലൊരു റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ നടത്തി കൂടുതൽ കളി കാണാൻ അവസരം കിട്ടാത്ത കളിക്കാണികൾക്ക് മെസ്സിയെ കാണാനുള്ള അവസരം ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ ആ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്, അതായത് സ്റ്റേഡിയവും എയർപോർട്ടും തമ്മിലുള്ളൊരു ചെറിയ ദൂരമായതുകൊണ്ട് തന്നെ ഈ ഇത്രയും ദൂരത്തിൻ്റെ ഒരു സാധ്യത അവിടെ തുറന്നു കിട്ടുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കൊച്ചിക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വേറൊരു കാര്യം, ഇനിയിപ്പോൾ ഫാൻ ഫൈറ്റ് വേറൊരു തരത്തിൽ കൂടി കൊച്ചി തിരുവനന്തപുരം, നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ കൊച്ചി തിരുവനന്തപുരം ഏതാണ് ബെറ്റർ എന്നുള്ള തരത്തിൽ വലിയ പോരാട്ടം നടക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിലേക്കാണ് പുതിയൊരു കാര്യം കൂടി തുറന്നു കൊടുക്കുക. എന്തായാലും കൊച്ചിയിൽ മത്സരം നടക്കുകയാണെങ്കിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ നടുവിലുള്ള ഒരു സ്ഥലം, 2 ഭാഗത്തു നിന്നും ഏറ്റവും 2 അറ്റത്തു നിന്നും കാണികൾക്ക് അനായാസം എത്തിച്ചേരാനുള്ള കഴിയും, യാത്രാ സൗകര്യങ്ങളുടെ ഒരു സാധ്യത, കൂടുതൽ കാണികളെ ഉൾക്കൊള്ളാനുള്ള സാഹചര്യം, പിന്നെ സ്റ്റേഡിയം ഏറ്റവും വേഗത്തിൽ സജ്ജമാക്കാനുള്ള, മഴ പെയ്താൽ പോലും
എന്താ പറയുക വളരെ വേഗത്തിൽ ടർഫ് അടക്കമുള്ള ആധുനിക സൗകര്യങ്ങളോട് സജ്ജീകരിച്ചിട്ടുള്ള പരിപാലിക്കപ്പെടുന്ന ഒരു സ്റ്റേഡിയം അത് ഒന്ന് പുതുക്കിയെടുക്കണം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്ന ഒരു കാര്യം അല്ലേ ജയേഷ്? അതെ. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്നും മാറ്റി കൊച്ചിയിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന കാരണം തിരുവനന്തപുരം നമുക്കറിയാം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് ബേസിക്കലി. ഇപ്പോൾ അവിടെ കേരള ക്രിക്കറ്റ് ലീഗ് നടന്നു. ഇനി ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന മത്സരം ജനുവരി 31 നടക്കേണ്ടതുള്ളൂ. അപ്പോൾ ചെറിയൊരു ആശങ്ക, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫുട്ബോൾ പിച്ച് ക്രിക്കറ്റ് പിച്ചിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും അത്തരത്തിലുള്ളൊരു ആശങ്ക കൂടി ഒഴിവാക്കാം എന്നുള്ളൊരു കാര്യം കൂടി ഈ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള വിമർശനമുണ്ട്. അത് ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ജനുവരി 31 ഇന്ത്യയുടെ ക്രിക്കറ്റ് മത്സരം, ഇന്ത്യ ന്യൂസിലൻഡ് ക്രിക്കറ്റ് മത്സരം നിശ്ചയിച്ചിട്ടുള്ളത്. അത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. അത്തരം ആശങ്കകളെല്ലാം ഒഴിവാക്കാനും കൊച്ചിക്ക് നമ്മൾ പ്രഥമ പരിഗണന നൽകുന്നതോടുകൂടി കഴിയുകയും ചെയ്യും. അനൂപ്, ജയേഷ്, നമ്മൾ അതിനെ തുടക്കം മുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇങ്ങനെയൊരു കൊച്ചിയിലേക്ക് എത്തുന്ന കാര്യം പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറഞ്ഞത് ഈ മലബാറിലുള്ളവരെ, അതായത് അവിടെയുള്ള ആരാധകർ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആരാധകർ ഒരുപക്ഷെ ഉള്ളത് മലബാറിൽ തന്നെയാണ്. അപ്പോൾ അവർക്കൊരു ഏറ്റവും സന്തോഷകരമായിരുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇത്. ഇപ്പോൾ ഈ മലപ്പുറത്തു നിന്നൊക്കെ കൂടുതൽ പേർ മത്സരം കാണാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കപ്പാസിറ്റിയുടെ കാര്യത്തിലൊക്കെ എങ്ങനെ വിലയിരുത്താം ഇതിൽ? കാരണം മലബാർ ഇപ്പോൾ ISL ഉൾപ്പെടെയുള്ള നടക്കുമ്പോൾ മലബാർ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ആരാധകർ വരുന്നത് എന്നുള്ള കാര്യം ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ബസ്സെല്ലാം വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾക്ക് പോലും ആരാധകർ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അർജന്റീന വരുമ്പോൾ, ലയണൽ മെസ്സി വരുമ്പോൾ, ഡീപോൾ വരുമ്പോഴെല്ലാം അതിൻ്റെ ഒരു ആവേശം 10 മടങ്ങിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ഇതൊരു തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൾക്കാർ ബസ്സും മറ്റൊക്കെ ബുക്ക് ചെയ്യാൻ പോലും തുടങ്ങും. അതാണ് മലബാറിലെ ഒരു ആവേശം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ആരാധകർക്ക് മുന്നിലുള്ളൊരു ആശങ്ക എത്രമാത്രം കപ്പാസിറ്റി അവിടെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 35,000 അണ്ടർ 17 ലോകകപ്പിന് ശേഷം കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിജപ്പെടുത്തിയിട്ടുള്ള സീറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ കൂടുതലൊരു സീറ്റിംഗ്, പരമാവധി സീറ്റിംഗ് 50,000-ന് മുകളിലൊരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത്രയും ആരാധകർക്ക് മത്സരം നേരിട്ട് കാണാമെന്നുള്ളൊരു വലിയ സന്തോഷവും ഇതിലുണ്ട്. കൊച്ചി സ്റ്റേഡിയത്തെ പറ്റി ഉയർന്നിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സുരക്ഷാ പ്രശ്നം തന്നെയാണ്. അതായത് 3 ടയറുകൾ, 3 തട്ടുകളായിട്ടുള്ള ആ സ്റ്റേഡിയം, അതിൽ ഏറ്റവും മുകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു അഗ്നിബാധയോ മറ്റെന്തെങ്കിലും തിക്കും തിരക്കോ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും വേഗത്തിൽ ആളുകളെ ഒഴിപ്പിക്കുന്നതിനുള്ള ഒരു അസൗകര്യം, ഒരു ബുദ്ധിമുട്ട് അവിടെയുണ്ട്. കാരണം അത്തരത്തിലല്ല ആ സ്റ്റേഡിയത്തിൻ്റെ രൂപകൽപ്പന. ആളുകൾക്ക് വേഗത്തിൽ ഒഴിപ്പിക്കാൻ പറ്റുന്ന രീതിയിലല്ല ആ പടിക്കെട്ടുകൾ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അണ്ടർ 17 ലോകകപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഫിഫ ചൂണ്ടിക്കാണിച്ച, അവരുടെ സുരക്ഷാ സമിതി ചൂണ്ടിക്കാണിച്ച, ഈ സ്റ്റേഡിയം പരിശോധിച്ച ശേഷം ചൂണ്ടിക്കാണിച്ച ഏറ്റവും വലിയ വിഷയം അതാണ്. അത്തരത്തിലുള്ള ഒരു കാര്യം ഇപ്പോഴും അവിടെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെയുള്ള മറുപടിയായിട്ട് എത്രയും വേഗത്തിൽ സ്റ്റേഡിയം സജ്ജമാക്കാനുള്ള ആവശ്യമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഇവാക്യുവേഷൻ, അതായത് വളരെ വേഗത്തിൽ ആളുകളെ ഒഴിപ്പിക്കാൻ, എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ ആളുകളെ ഏറ്റവും മുകളിലെ തട്ടിൽ നിന്നും പോലും ഏറ്റവും വേഗത്തിൽ ഒഴിപ്പിക്കുക എന്നതാണ് വലിയ വെല്ലുവിളി സ്റ്റേഡിയങ്ങളെ സംബന്ധിച്ച്. അക്കാര്യത്തിലൊരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ തർക്കരഹിതമായി തന്നെ ഈ മത്സരം ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജയേഷ്. അനൂപ്, ജയേഷ് തുടരുക. നമുക്ക് റഹീസിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. റഹീസ്, എന്തായാലും മെസ്സി കൊച്ചിയിലേക്ക് എന്നുള്ളതിലാണ് ഏകദേശം തീരുമാനമായിരിക്കുന്നത്. നവംബറിൽ ടീം കേരളത്തിൽ എത്തുമെന്നും അറിയുന്നു. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്? ശ്രുതി, മന്ത്രിയുടെ ഓഫീസുമായി ഇത് സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് കൊച്ചിയിലേക്ക് മത്സരം എന്നത് സംസ്ഥാന സർക്കാർ ഉറപ്പിച്ചിട്ടില്ല. പകരം സ്റ്റാൻഡ് ബൈ ആയി ഒരു സ്റ്റേഡിയം കൂടി കാണുന്നു. അതായത് ഇവിടുത്തെ കഴക്കൂട്ടത്തെ സ്റ്റേഡിയത്തിനൊപ്പം ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയവും കൂടി പരിഗണിക്കുന്നുണ്ട്. ഇതിൽ എവിടെയാണ് മത്സരം എന്നതിൽ ഒരു ഉറപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അല്പസമയം മുമ്പ് ഒരുപക്ഷെ മന്ത്രി മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വി അബ്ദുറഹ്മാന്റെ ഓഫീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതല്ലെങ്കിൽ വിശദമായ ഒരു വാർത്താക്കുറിപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങും എന്നും അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചിട്ട് കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരോടാണ് സംസാരിച്ചത്. ഇത് ഇപ്പോൾ GCDA ചെയർമാൻ ചന്ദ്രൻപിള്ളയ്ക്ക് പുറത്ത് നൽകിയ ഒരു കത്താണ്. ആ കത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവിടുത്തെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ, ചില സുരക്ഷാ പ്രശ്നങ്ങൾ ഒരുപക്ഷെ കഴക്കൂട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇത് സംബന്ധിച്ച് സർക്കാർ തലത്തിൽ ചില ചർച്ചകൾ നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുമ്പിലും ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ബൈ ആയി മറ്റൊരു സ്റ്റേഡിയം കൂടി കണ്ടുവെക്കുന്നത് നല്ലതാണെന്ന ഒരു ചർച്ച കൂടി അദ്ദേഹത്തിന്റെ മുമ്പിൽ കൂടി വന്നു എന്നാണ് കായിക വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനടിസ്ഥാനത്തിൽ ഈ
ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പരിഗണിക്കുന്നതിനൊപ്പം തന്നെ കൊച്ചി ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം കൂടി സർക്കാർ പരിഗണിക്കുന്നു എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. ഈ GCDക്ക് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മത്സരം കൊച്ചിയിൽ തന്നെയാണ് നടക്കുക എന്ന് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കേണ്ടതില്ല എന്നാണ് കായിക വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, റഹീസ് റഷീദും ഒപ്പം ജയേഷ് പൂക്കോട്ടൂരും അനൂപ് ഷൺമുഖനുമാണ് വിശദാംശങ്ങൾ നൽകിയത്.